ഓറഞ്ച് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നല്ല. ബിക്കോസ് ഇത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തന്നാൽ അത് ഒരു ബെറ്റർ തിങ് ആയിരിക്കും എന്തിനേക്കാട്ടും. കാരണം ഇതേപോലത്തെ സിറ്റുവേഷൻസ് കുറേ പേര് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു തരുന്ന വഴി നിങ്ങൾക്ക് കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇന്ന് ഞാൻ ആ അക്കയുടെ അടുത്ത് പോയി മേടിച്ച ഒന്നാമത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷം തമിഴ് അറിയില്ല, ഉള്ള ഇംഗ്ലീഷ് വെച്ച് കഷ്ടപ്പെട്ട് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരു കണ്ടൻറ്റും എനിക്ക് ഒന്നും അറിയില്ല. എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അക്കേൻ്റെ അടുത്ത് നിന്ന് പോയി മേടിച്ച സംഭവം കേട്ടോ. അക്കയോട് ബ്രെഡൊക്കെ പറഞ്ഞപ്പോൾ അക്ക വേറെ എന്തൊക്കെയോ സാധനം തന്നിരിക്കുന്നത്. ആ സാധനം കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഈ കോളേജ് ടൈമിൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷിന് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. മീൻസ് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കോളേജിൻ്റെ ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ ക്യാഷ് ചിലവാക്കേണ്ടത്. ശരിക്കും അതിന് റീസൺ എന്താണെന്ന് അറിയാം നിങ്ങൾ? ദർ ആർ 2 കാറ്റഗറീസ്. ഒന്ന് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം, ഒന്ന് നമ്മുടെ ആഡംബരമായിട്ടുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും, നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുത്താൽ നമുക്ക് കുറേ മണി സേവ് ചെയ്യാം. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കുറേ കാര്യങ്ങളിൽ ആവശ്യമില്ലാതാണ് ചിലവഴിക്കുന്നത്. മീൻസ് നിങ്ങളിപ്പോൾ ഒരു ഫുഡ് മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലോ നിങ്ങൾ ആവശ്യമില്ലാതെ കുറേ അതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് നിങ്ങൾ ശരിക്കും എന്ത് കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? നിങ്ങൾ കറക്റ്റായിട്ട് അത് പ്രോപ്പറായിട്ടാണോ മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 100 കിട്ടിയെന്ന് വെച്ചോ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം അവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ കുറേ പേര് നോക്കിയിട്ട് പോകുന്നു, സാരമില്ല, അവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചിലവാക്കി അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടം. ഇപ്പോൾ നമുക്കൊരു ലൈസ് പാക്കറ്റ്, ഇപ്പോൾ ഞാൻ മേടിച്ചു പോലെ ഇരിക്കുന്ന ലൈസ് പാക്കറ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ 100 രൂപ നിങ്ങളുടെ ബഡ്ജറ്റിങ്, അത് നിങ്ങൾ ഒരു 10 വട്ടം മേടിച്ചാൽ അതിൻ്റെ എമൗണ്ട് ഫുള്ളും നിങ്ങൾക്ക് തീരും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മേടിച്ചാൽ, നമുക്ക് ഏറ്റവും വിശന്നിരിക്കുന്ന സമയത്തൊക്കെ മേടിച്ചാൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടെ ക്യാഷ് ശരിക്കും എങ്ങോട്ടേക്കാണ് നിങ്ങൾ വിടുന്നത്? ആവശ്യമുള്ള കാര്യങ്ങളിലേക്കാണോ അതല്ലാതെ നിങ്ങൾ കണ്ടമാനം വേസ്റ്റ്ഫുൾ പർപ്പസിലേക്കാണോ? അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പണക്കാരും അതേപോലെ കുറേ റിച്ച് ആയിട്ടുള്ള പിള്ളേരൊക്കെ വരുന്ന സ്ഥലമാണ്. മീൻസ് നമ്മൾ കുറേ പേര് ക്യാഷ് അങ്ങനെ ചിലവാക്കാതെ എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ ബാക്കിയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഒരു ത്വരയാണ്, എങ്ങനെയെങ്കിലും ക്യാഷ് ചിലവാക്കി എങ്ങനെയെങ്കിലും ആ സാധനം മേടിക്കണം, ഇവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിലും. ആ ത്വര നിങ്ങൾക്ക് പാടില്ല. ആ ത്വര ഉണ്ടെങ്കിലാണ് മാക്സിമം നമ്മൾ ക്യാഷ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ത്വര നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് മാക്സിമം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഹാപ്പി മാത്രമല്ല, ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കും. ഇനി അറ്റ് ലാസ്റ്റ് ഒരു ബോണസ് ടിപ്പുണ്ട്. ബോണസ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ, ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്പ്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസും ഇൻകംസും മാനേജ് ചെയ്യാം. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരിക്കലും ഇൻകം വരില്ല എന്ന് എനിക്കറിയാം, ബട്ട് നമുക്ക് എക്സ്പെൻസ് മാനേജ് ചെയ്യാം. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ ആപ്പിൽ നമ്മളിപ്പോൾ ഒരു 100 രൂപയുണ്ട് ബഡ്ജറ്റെങ്കിൽ അത് നമ്മൾ 10 രൂപ ഒരു ലൈസിന് വേണ്ടി മാറ്റി. ഞാൻ ലൈസ് പറയുന്നത് ഞാനിപ്പോൾ ലൈസ് മേടിച്ചിരിക്കുന്നത് കൊണ്ടാട്ടോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പോൾ ലൈസ് മേടിച്ചെങ്കിൽ ആ 10 രൂപ അതിനകത്ത് നോട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഏതൊക്കെ സമയത്ത് എവിടേക്കാണ് ക്യാഷ് ചിലവാക്കുന്നത് അതേപോലെ എഴുതി വെക്കുക. അത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്ര രൂപ ഒരു മാസത്തിൽ ചിലവഴിച്ചു എന്ന്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ മണി സേവ് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് മോട്ടിവേഷൻ കയറുന്നത്. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബൈ.